بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. ആദരണീയരായ സയ്യിദ് ജഅഫർ കോയ തങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്നേഹപ്രപഞ്ചം പ്രഭാഷണ പരമ്പരയുടെ 15ാം വർഷത്തിൽ വിഷയ അവതരണത്തിൻ്റെ 1ാം ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തന കാവ്യങ്ങളിൽ വിശ്വപ്രസിദ്ധമായ ബുർദ ഷരീഫ് കഴിഞ്ഞ വർഷങ്ങളിൽ നാം തുടർന്നു വന്ന അവതരണങ്ങളുടെ തുടർച്ചയിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 14 വർഷവും നമ്മുടെ വേദിയിൽ മിക്ക സന്ദർഭങ്ങളിലും ഉണ്ടായിരുന്ന നമ്മുടെ ഖാദിസിയ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാരിൽ ഒരാളും കേരള മുസ്ലിം ജമാഅത്തിന്റെ സെക്രട്ടറിയും ഇന്നലെ ഇവിടെ ഉദ്ഘാടന വേദിയിൽ സ്വാഗതം പറയുമ്പോൾ പേര് പരാമർശിച്ചു പോയ സ്നേഹപ്രപഞ്ചം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരിൽ ഒരാൾ എം അൻസാരി സാഹബ് ഇന്ന് വെളുപ്പിനെ ഉണ്ടായ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം സ്വർഗീയമാക്കുമാറാകട്ടെ. നാളെ മാത്രമേ നമുക്ക് മിക്കവാറും അദ്ദേഹത്തിന്റെ ജനാസ മറമാടാൻ സൗകര്യപ്പെടുകയുള്ളൂ. അല്ലാഹു അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം
സന്തോഷത്തിലാക്കുകയും അപകടത്തിൽ പരിക്കേറ്റ കുടുംബാദികൾക്ക് പൂർണ്ണമായ ആഫിയത്തും ഷിഫാഉം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ലോകത്ത് കോടാനകോടി വരികൾ വിരചിതമായിട്ടുണ്ട്. എന്നാൽ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ബുറുദയുടെ വരികളോളം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ സ്ഥാനം പിടിക്കുകയും ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുകയും ആത്മീയ പരിഹാരത്തിനു വേണ്ടി നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മറ്റു കാവ്യം ഏറെ ഉണ്ടാവില്ല. ആ ബുറുദയുടെ വരികളിൽ സ്നേഹവും വിജ്ഞാനവും പ്രേമവും അനുരാഗവും വിമർശകർക്കുള്ള മറുപടിയും ആലോചകർക്കുള്ള ചിന്തകളും എല്ലാം നിറച്ചു വച്ചിട്ടുണ്ട്. ആ ബുറുദയുടെ വരികളുടെ പ്രാഥമികമായ ഒരു വായന മാത്രമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളെയും മഹത്വങ്ങളെയും സ്നേഹവിചാരങ്ങളെയും വ്യക്തിവിശേഷങ്ങളെയും നിരന്തരമായി പറഞ്ഞതിനു ശേഷം ബഹുമാനപ്പെട്ടവർ തുടരുന്നത് ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ വദാക ഹീന ബുലൂഗിൻ മിൻ നുബുവതിഹി ഫലൈസ യുൻകറു ഫീഹി ഹാലു മുഹ്തലിമീ തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ഈ വരികളിലൂടെ മഹാനരായ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു വളരെ അടിസ്ഥാനപരമായ ഒരുപാട് പ്രമേയങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നങ്ങളിലെ ദിവ്യ സന്ദേശത്തെ നിങ്ങൾ നിഷേധിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്ന ദർശനങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ്. സാധാരണയുള്ള ആളുകളുടെ സ്വപ്നം പോലെയല്ല പ്രവാചകന്മാരുടെ സ്വപ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വഹയിന്റെ ഭാഗമാണ് അവിടുത്തേക്കുള്ള സ്വപ്ന ദർശനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് കണ്ണുറങ്ങിയാലും ഉറങ്ങാത്ത കൽബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായിരിക്കും. അവിടുത്തെ ഉറക്ക് ഹൃദയത്തെ ബാധിക്കുകയില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബൂവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ 40-ാമത്തെ വയസ്സിൽ ഔദ്യോഗികമായി പ്രവാചകത്വ പ്രഖ്യാപനം നടത്തുന്നതിന് 6 മാസം മുമ്പ് മനോഹരമായ സ്വപ്നങ്ങളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. ഓരോ സ്വപ്നങ്ങളും പ്രഭാതം പൊട്ടിവിടരും പോലെ പരിപൂർണമായും സത്യസാക്ഷ്യമായി തെളിയുകയായിരുന്നു. ഒന്നും അവ്യക്തമായി പോവുകയോ അബദ്ധ സ്വപ്നമായി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ദിവ്യമായ സന്ദേശങ്ങളാണ്. അതിലൂടെ ലഭിക്കുന്ന മെസ്സേജുകൾ മുഴുവനും ലോകത്തിന് മുഴുവനും ആവശ്യമായ ദർശനങ്ങളാണ്. ഇവിടെ പുതിയ കാലത്തോട് ചേർത്ത് വായിക്കാനുള്ള നിരവധി ആശയങ്ങളെ ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു ചേർത്ത് വച്ചിരിക്കുന്നു. തബാറകല്ലാഹു മാ വഹ്യും ബിമുക്തസബി വലാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ. ഒരു പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളോ അല്ലെങ്കിൽ പ്രവാചകത്വമോ ദിവ്യ സന്ദേശമോ അധ്വാനം കൊണ്ടോ ആരാധന കൊണ്ടോ ലഭിക്കുന്ന സ്ഥാനമോ പദവിയോ അല്ല. പ്രവാചകത്വം പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സ്ഥാനമല്ല. വഹയ് ഒരാൾ കാത്തിരുന്നത് കൊണ്ട് കിട്ടുന്ന നിധിയല്ല. പ്രവാചകന്മാർ അവതരിപ്പിക്കുന്ന അദൃശ്യ വിജ്ഞാനങ്ങൾ, അദൃശ്യ വിവരങ്ങൾ, അത് ഒരു നിലക്കും തെറ്റിദ്ധാരണക്കിടയുള്ളതല്ല. സത്യസന്ധമായി ലോകത്തിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നാം അറിയേണ്ടത്. ഒന്ന്, പ്രവാചകത്വം എന്ന് പറയുന്നത് ഈ ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു നൽകിയതാണ്? നുബൂവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹയ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ നിന്ന് വസ്തുതാപരമായി നമുക്ക് മനസ്സിലാക്കാം. ഈ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലേക്കൂട്ടി നിശ്ചയിച്ചു വെച്ച ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ. ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഒരു പരാശക്തിയുണ്ട്, ഒരു പ്രപഞ്ചാധിപനുണ്ട്. ആ പ്രപഞ്ചാധിപനായ അല്ലാഹുവിന് അവന്റെ അടിമകളായ ആളുകൾ ഏതു വിധത്തിൽ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ മാതൃകയായി പ്രത്യേകം നിശ്ചയിച്ച് നിയോഗിച്ചിട്ടുള്ള പുണ്യപുരുഷന്മാരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. അല്ലാതെ ഒരുപാട് കാലത്തെ ആരാധനയിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന തെളിച്ചമല്ല പ്രവാചകത്വം. ഒരുപാട് കാലത്തെ ഉപവാസത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന തെളിമയല്ല പ്രവാചകത്വം. ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന സ്ഥാനപദവിയല്ല. വിജ്ഞാന സമ്പാദനത്തിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഔന്നിത്യമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ നിശ്ചയിച്ചു വെച്ച് ലോകത്തേക്ക് നിയോഗിച്ച ശ്രേഷ്ഠ പുരുഷന്മാരാണ് പ്രവാചകന്മാർ. അവരെ എന്തിനു വേണ്ടിയാണ് അയച്ചത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചതിന്റെ ലക്ഷ്യം വിശദീകരിച്ചുകൊണ്ട്
ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ നാം നിയോഗിച്ചിരിക്കുകയാണ്. ഇന്നാ അർസൽനാക, തങ്ങളെ നാം ദൗത്യമേൽപ്പിച്ച് നിയോഗിച്ചിരിക്കുകയാണ്. ഷാഹിദ, ഈ ലോകത്തുള്ള നടപടിക്രമങ്ങൾക്ക് മുഴുവനും സാക്ഷിയാവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ളവർക്ക് ഇവിടെ അവന്റെ നടപടികൾക്ക് സാക്ഷിയാകാൻ വേണ്ടി നിയോഗിച്ച ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. മാത്രമല്ല വമുബശ്ശിറൻ വനദീറാ, സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് സുവിശേഷം അറിയിക്കാൻ, നല്ലതു ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന മുന്നറിയിപ്പ് നൽകാൻ, നന്മകൾ ചെയ്ത് സദ്വൃത്തരായി ജീവിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട്, മോക്ഷമുണ്ട്, സ്വർഗമുണ്ട് എന്നറിയിച്ചു കൊടുക്കാൻ. വനദീറാ, തെറ്റു ചെയ്യുന്ന ആളുകൾക്ക് താക്കീതറിയിക്കാനും വേണ്ടി നിയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് എന്തിനു നിയോഗിച്ചു എന്ന് പ്രപഞ്ചാധിപനായ അല്ലാഹു തആല തന്നെ വ്യക്തമായി അറിയിക്കുന്നു. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, സുവിശേഷമറിയിക്കാൻ വേണ്ടിയാണ്, താക്കീത് നൽകാൻ വേണ്ടിയാണ്. മാത്രമോ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയും. വസിറാജം മുനീറാ, ദീപ്ത കേന്ദ്രങ്ങളാക്കി, വഴികാട്ടികളായി ലോകത്തിന് മുഴുവനും മാർഗദർശനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള മഹാശ്രേഷ്ഠ പുരുഷന്മാരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. പ്രവാചകന്മാർക്കുള്ള സന്ദേശങ്ങൾ മുഴുവനും അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അറബ് ജനതയിൽ പ്രവാചകത്വം പ്രഖ്യാപിച്ചു. ആ പ്രവാചകത്വം പ്രഖ്യാപിച്ചപ്പോൾ നിരാകരിക്കാൻ പറ്റുന്ന വസ്തുതാപരമായ ഒരു ഖണ്ഡനവും അവിടെയുള്ള ഒരു ജനങ്ങൾക്കും മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ ദൂതരാണ്, എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാൽ നിയോഗിക്കപ്പെട്ട ദൂതനാകുന്നു എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും പല വിമർശങ്ങളും ഉന്നയിച്ചെങ്കിലും വസ്തുതാപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ ഗണ്ണിക്കാൻ ഒരാൾക്കും അന്നും ഇന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു അവലംബത്തിൽ നിന്നാകാൻ ഒരു ന്യായവും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ നിരാകരിക്കാൻ അവരുടെ മുമ്പിൽ ഒരു പ്രമാണവും ഉണ്ടായിരുന്നില്ല. 40 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഇടയിൽ ജീവിച്ചു. ആ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞതായി ഒരാൾക്കും പറയാനില്ല. സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ ഒരു പരാമർശം പോലും ആ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മാലിന്യമുള്ള ഒരിടപാടും ആ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ നേരത്ത് അവിടെയുള്ള ആളുകളോട് ചോദിച്ച ഒരു ചോദ്യവും ഇങ്ങനെ തന്നെയാണ്: ഫഖദ് ലബിത്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. 40 കൊല്ലം നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ചു. ഈ 40 വർഷത്തെ ജീവിതത്തിനിടയിൽ
എന്തെങ്കിലും ഒരു അസംബന്ധമോ ഒരു അന്യായമോ ഒരു അപകടമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ചൊല്ലി പറയാനുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അൽ അമീനായിരുന്നു, അസ്വാദിഖായിരുന്നു. അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും സൂക്ഷിപ്പ് സ്വത്തുകൾ ഏൽപ്പിക്കപ്പെടുന്ന ബാങ്കായിരുന്നു. സൂക്ഷിപ്പ് സ്വത്തുകൾ സംരക്ഷിച്ചിരുന്ന നേതാവായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരിഹാരത്തിന് ക്ഷണിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. അറബ് ജനതയിൽ മുഴുവനും ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ കഅബാലയത്തിന്റെ നിർമ്മാണത്തെ തുടർന്ന് അനുഗ്രഹീതമായ ഹജറുൽ അസ്വദ് സ്ഥാപിക്കുന്ന ചർച്ച വന്നപ്പോൾ ഐക്യകണ്ഠേന മധ്യസ്ഥം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അങ്ങനെ 40 കൊല്ലത്തെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു മാലിന്യമോ ഒരവ്യക്തതയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാൻ അവിടെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉന്നതമായ പദവി അവകാശപ്പെടുമ്പോൾ അതിനെ നിരാകരിക്കാനുള്ള ഒരു നിദാനവും ആ കാലഘട്ടത്തിലെ ഒരു ശക്തിക്കും ഉണ്ടായിരുന്നില്ല. രണ്ടാമതായോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറഞ്ഞ പ്രസ്താവനകൾ ആ കാലഘട്ടത്തിൽ ഒരാൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന പ്രസ്താവനയായിരുന്നില്ല, ഒരാൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുമാത്രമല്ല, ഈ 40 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരധ്യാപകനിൽ നിന്നും അറിവ് നുകരാൻ വേണ്ടി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40ാമത്തെ വയസ്സിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ പവിത്രമായ സൂക്തങ്ങൾ അറബ് ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂക്തങ്ങൾ ലഭിക്കാൻ മുമ്പുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനിൽ നിന്ന് പഠിച്ചു എന്ന് പറയാൻ ന്യായം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വിമർശനം അന്ന് ആരും ഉന്നയിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ പ്രസ്താവനകൾ എവിടെയെങ്കിലും പോയി പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചു വന്നതാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധ്യതയുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ന്യായം വെച്ചുകൊണ്ട് ഇത് പ്രയുക്തമല്ലാത്ത കാര്യമാണ്, ഇത് അടിസ്ഥാനമില്ലാത്ത പരാമർശങ്ങളാണെന്ന് പറയാൻ ഒരാൾക്കും അക്കാലഘട്ടത്തിൽ കഴിയുമായിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സധൈര്യം അവരുടെ മുമ്പിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ സൂക്തങ്ങൾ പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായിരുന്നു. എന്ന് പറഞ്ഞാൽ സാമ്പ്രദായികമായ വിദ്യാഭ്യാസം ഒരാളിൽ നിന്നും നേടാത്ത ഒരാളായിരുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞു, ഒരു കൊല്ലൻ അവിടെയുണ്ട്, അയാളുടെ അടുക്കൽ ചിലപ്പോൾ പ്രവാചകൻ പോകുന്നത് കണ്ടിട്ടുണ്ട്, അയാളിൽ നിന്ന് ഒരുപക്ഷേ വല്ലതും ലഭിച്ചതായിരിക്കും. അതിന് ഗണ്ണനം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൻ നഹ്ലിലെ 102, 103 സൂക്തങ്ങളിലൂടെ ആ കാലഘട്ടത്തോട് സംവദിച്ചു. ഖുൽ നസ്സലഹു റൂഹുൽ ഖുദ്സ് മിർ റബ്ബിക ബിൽ ഹഖ് ലിയുസബ്ബിതല്ലദീന ആമനൂ വഹുദൻ വബുശ്റാ ലിൽ മുസ്ലിമീൻ. ഓ പ്രവാചക പ്രഭു, അവിടുന്ന് പറയണം, ഇത് ജിബ്രീൽ അലൈഹിസ്സലാം അവതരിപ്പിച്ചു തന്നതാണ്. സത്യമായും പരിപാലകനായ അല്ലാഹുവിൽ നിന്ന് പവിത്രാത്മാകാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ്. ലിയുസബ്ബിതല്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ,
وهدى وبشرى للمسلمين. അള്ളാഹുവിന്റെ നിയമങ്ങളെ അംഗീകരിക്കുന്നവർക്ക് മാർഗദർശനവും സുവിശേഷവുമായി അവതരിപ്പിച്ചിട്ടുള്ളതാണെന്ന് പറയണേ നബിയേ. وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ. ഒരു മനുഷ്യൻ പഠിപ്പിച്ചു തന്നതാണെന്ന് അവർ പറയുന്നതായി അറിയുന്നുണ്ട് നബിയേ. എന്നാൽ ലിസാനല്ലദീന യുൽഹിദൂന ഇലൈഹി അഅജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. അവരാരോപിക്കുന്ന വ്യക്തി അനറബിയായ ആളാണ്, പേർഷ്യക്കാരനായ കൊല്ലനാണ്. അതുകൊണ്ട് ആ സ്രോതസ്സിൽ നിന്നാണെന്ന് പറയാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്ന സൂക്തങ്ങൾ ഈ ലോകത്തെ ഒരു ഉറവിടത്തിൽ നിന്നാണെന്ന് സ്ഥിരപ്പെടുത്താൻ ആ കാലഘട്ടത്തിലുള്ള ഒരാൾക്കും സാധ്യമായിട്ടില്ല. ഈ കാലഘട്ടത്തിലുള്ളവർക്കും സാധ്യമായിട്ടില്ല. കൊറോണ സൂറത്ത് അവതരിപ്പിക്കുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തിലും ആർക്കും സാധ്യമായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പവിത്രമായ ഖുർആനിലൂടെ ലോകത്തോട് സംവദിച്ച ശ്രേഷ്ഠ സൂക്തങ്ങളെല്ലാം ഈ ലോകത്തെ ഏതെങ്കിലും ഒരു ഉറവിടത്തിൽ നിന്നാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമേ അല്ല. ഈ രൂപത്തിൽ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനരായ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി ലോകത്തിന്റെ മുമ്പിൽ മനസ്സിലാക്കി തരാൻ ബഹുമാന്യരായ ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു ലാ തുൻകിരിൽ വഹയ മിൻ റുഇയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നങ്ങൾ അത് ദിവ്യമായ സന്ദേശങ്ങളാണ്, അത് ആത്മീയമായ സന്ദേശങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് ലോകത്തോട് സംവദിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകസമക്ഷത്തിൽ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു സൂക്തം ഭൗമികമായ ഭൗതികമായ ഒരു ഉറവിടത്തിൽ നിന്നാണ്, ഒരു സോഴ്സിൽ നിന്നാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ ആ കാലഘട്ടത്തിലോ പിൽക്കാലത്തോ ആർക്കും സാധിച്ചിട്ടില്ല. ആ ഇസ്ലാമിന്റെ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ് ഇൻ കുൻതും സ്വാദിഖീൻ. ഞാൻ കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ ദാസനായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചു കൊടുത്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, തുല്യമായ ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിൻ. വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്, നിങ്ങൾ സാക്ഷികളെ ഹാജരാക്കി സഹായികളെ പിടിച്ച് നിങ്ങൾ കൊണ്ടുവന്നോളൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് പ്രഖ്യാപിച്ചതല്ല. ജനസമക്ഷത്തിൽ ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞു. അതിനെ നിഷേധിക്കാനോ നിരാകരിക്കാനോ വസ്തുതാപരമായ ഒരു തെളിവ് കൊണ്ടുവരാൻ ഒരാൾക്കും സാധിച്ചില്ല. അങ്ങനെയുള്ള മഹത്വമേറിയ പദവിയാണ് നുബുവത്തിന്റെ പദവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാത്തമുൻ നബിയീനാണ്. ഇനി ഒരു പ്രവാചകൻ വരാനില്ല എന്ന് സധൈര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മുൻഗാമികളായ പ്രവാചകന്മാരാണെങ്കിൽ ഞങ്ങൾക്ക് ശേഷം നബി വരാനുണ്ടെന്ന് പറഞ്ഞവരാണ്.
എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ടെന്ന് പറഞ്ഞവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ നബിയ്യ ബഅദി, എനിക്കു ശേഷം ഒരു നബി വരാനില്ല. എന്നാൽ വിമർശകന്മാരായ ആർക്കെങ്കിലും ഒന്ന് അവതരിച്ചു നോക്കാമായിരുന്നില്ലേ? ഒരാളെ ഒന്ന് സ്ഥാപിക്കാമായിരുന്നില്ലേ? ആർക്കെങ്കിലും പ്രവാചകത്വവാദം ഉന്നയിച്ചു വന്ന് അത് ലോകത്തിന്റെ സമക്ഷത്തിൽ ഒന്ന് അവതരിപ്പിക്കാമായിരുന്നില്ലേ? ശ്രമിച്ചു നോക്കിയ മുഴുവൻ ആളുകളും പരാജിതരായി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം, വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ, അല്ലാഹുവിന്റെ ദൂതരും അന്ത്യപ്രവാചകരുമാണ് എന്ന പ്രഖ്യാപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ഇവിടെ നിലനിൽക്കുകയാണ്. ഒരാൾക്കും അതിനെ ഗണ്ണിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം പകൽ വെളിച്ചം പോലെ ലോകത്തിന് മുമ്പിൽ തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. ഈ പ്രവാചകത്വത്തിലൂടെ അല്ലാതെ ലോകത്തിന് മോക്ഷത്തിന്റെ വഴികൾ ലഭിക്കുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ ഒരുപാട് ദർശനങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. എന്നാൽ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് ലോകത്തെ വഴി നടത്തുന്ന ഒരു ദർശനമേതാണ്? മരണാനന്തരം ഒരു ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കൃത്യമായി നിർണയിക്കുന്ന ഒരു ദർശനമേതാണ്? അത് പ്രവാചകർ അവതരിപ്പിച്ച ദർശനം മാത്രമാകുന്നു. മരണത്തിന് ശേഷം എന്താണ്? ഈ ലോകത്തെ കർമ്മങ്ങളുടെ ശരിയായ ഫലം എന്താണ്? ഓരോ നല്ല ജീവിതത്തിന്റെയും നാളത്തെ അവസ്ഥ എന്താണ്? ഇതെല്ലാം കൃത്യമായി പ്രവാചകന്മാരിലൂടെയുള്ള വിജ്ഞാനത്തിലൂടെ മാത്രമേ ഇവിടെ ലഭിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഭൗതിക ദർശനങ്ങൾക്കൊന്നും മരണത്തിനു ശേഷം എന്താണെന്ന് പറയാനില്ല. ആത്യന്തിക നീതി എവിടെയാണ് ലഭിക്കുക എന്ന് പറയാനില്ല. ഇവിടെ ഒരുപാട് നന്മ ചെയ്ത് മരിച്ചുപോയ ആൾക്കാർ ആ നന്മ കൊണ്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനില്ല. ഒരുപാട് അപരാധം ചെയ്ത് ആളുകളെ അടക്കി ഭരിച്ചു പോയവർ, അവർ ഈ ചെയ്ത അപരാധങ്ങൾക്ക് ഒരു ശിക്ഷ എവിടെ നിന്ന് ലഭിക്കും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഭൗതിക പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്നില്ല. അതേ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാര് പറഞ്ഞു, ബഷീറൻ വ നദീറ, നന്മ ചെയ്തവർക്ക് മോക്ഷമുണ്ട്, തിന്മ ചെയ്തവർക്ക് ശിക്ഷയുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പ്രവാചകത്വ ദർശനങ്ങളിലൂടെ ലഭിച്ച വീക്ഷണങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കൂടുതൽ ഗഹനമായി അറിയേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, പ്രവാചകത്വം കൊണ്ട് ലോകത്തിന് എന്തു കിട്ടി എന്നത് എല്ലാം കൃത്യമായി ലോകത്തിന് മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാനാകും. ഈ ലോകം മുഴുവനും പടച്ചു പരിപാലിക്കുന്ന ഒരു പരാശക്തിയുണ്ട്. അതിലേക്ക് ഈ പ്രപഞ്ചം മുഴുവനും നമ്മെ ക്ഷണിക്കുന്നു. എന്നാൽ അവന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങളെ അറിയാനും അവന്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങി നമ്മളിലേക്ക് കൊണ്ടുവരാനും അവനെയും ലോകത്തെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു മീഡിയം വേണം. ആ മീഡിയത്തിനാണ് റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ദൂതൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഉടമ, ലോകത്തേക്ക് നിയോഗിച്ച മീഡിയേറ്റർ, മധ്യവർത്തി അല്ലെങ്കിൽ ദൂതരാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെന്ന് വരുമ്പോൾ നുബുവത്തിനെ അറിയാൻ എത്രയെത്ര തെളിവുകളാണ്. നമ്മെ ഓരോരുത്തരെയും നയിക്കാനുള്ള കൃത്യമായ മാർഗദർശനമാണ് നബിമാർ നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ബാക്കിയുള്ള ദർശനങ്ങളെല്ലാം താൽക്കാലികമാണ്. ചിലര് പറഞ്ഞു നോക്കി നീണ്ട കാലത്തെ ഒരു തപസ് കൊണ്ട് കിട്ടിയതാണ്. ഇല്ല, തപസ് കൊണ്ട് ഇതുപോലെ സമ്പൂർണമായ ഒരു വ്യവസ്ഥിതി വേറെ ആരും ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ നേരിട്ട് അറിയുന്ന കാലഘട്ടത്തിലെ ഒരാൾ പോലും എന്റെ പ്രിയമുള്ളവരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ വസ്തുതാപരമായി ഗണ്ണിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല.
ഇനി നമുക്ക് വരാം ലാ തുൻകിരിൽ വഹിയ മിൻ റുഇയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ ലിൽ ഖൽഖി കുല്ലിഹിമീ. വഹി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്. വഹി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു തആല അമ്പിയാക്കന്മാർക്ക് നൽകുന്ന പ്രത്യേക സന്ദേശമാണ്. അതൊന്നുകിൽ നബിമാരുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ജിബ്രീൽ മലക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നൽകുന്നതാകാം, അല്ലെങ്കിൽ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നൽകുന്നതാകാം. ഇങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകന്മാർക്ക് അല്ലാഹുവിൽ നിന്ന് സന്ദേശം ലഭിക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എല്ലാ വിധേനയുമുള്ള വഹയുകൾ വന്നതിന്റെ നിവേദനങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അഹ്യാനൻ മിസ്ല സൽസലത്തിൽ ജറസി, ചിലപ്പോൾ ഒരു മണിനാദം പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്ദേശം സ്വീകരിക്കുന്നുണ്ടാകും. നല്ല തണുത്ത നാളുകളിലാണെങ്കിലും അവിടുത്തെ നെറ്റിത്തടം വീർത്തൊലിക്കുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോൾ അല്ലാഹു തആല ഏതൊരു സന്ദേശമാണ് നൽകിയത് എന്ന് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കും. ചിലപ്പോൾ മലക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതിക്കൊടുക്കും. അത് തങ്ങൾ കേട്ടുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കും. ചിലപ്പോൾ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ തങ്ങൾ ഞങ്ങളോട് പറയും, ഈ വന്നത് ജിബ്രീലായിരുന്നു എന്ന്. അവിടുന്ന് എത്തിച്ചു തന്ന സന്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരും. അതല്ലേ സ്വഹീഹായ ഹദീസിലൂടെ കാണാം, ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലാണ്. ഇത് ത്വലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശഅരി ഫലാ യുറാ അലൈഹി അസറുസ് സഫരി. ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലാണ്. ഒരാൾ അവിടേക്ക് കടന്നു വന്നു. നല്ല കറുത്ത മുടിയുള്ള ഒരാൾ, വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. അയാളിൽ യാതൊരു യാത്രാ ലക്ഷണങ്ങളും കാണുന്നില്ല. ഫലാ യഅരിഫു മിന്നാ അഹദുൻ, ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വദേശിയാകാനുള്ള ന്യായമില്ല. വലാ യുറാ അലൈഹി അസറുസ് സഫരി, അയാളിൽ യാത്രയുടെ യാതൊരു ലക്ഷണവുമില്ല. അതുകൊണ്ട് അയാൾ വിദേശിയാകാനും തരമില്ല. അങ്ങനെയുള്ള ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. വസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽമുട്ടുകൾക്ക് അഭിമുഖമായി വന്നയാളുടെ കാൽമുട്ടുകൾ ചേർത്ത് വെച്ചിരുന്നു. എന്നിട്ട് ചോദിച്ചു, മൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണ് നബിയേ? ചോദ്യത്തിന് നേരെ അർത്ഥം ഈമാൻ എന്താണ് എന്നാണെങ്കിലും ഉത്തരത്തിൽ നിന്ന് മനസ്സിലായി ചോദ്യത്തിന്റെ താല്പര്യം ഈമാൻ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഇമാം ഇബ്നു ഹിബ്ബാൻ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ ചോദിച്ചു. അതാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞു. ഇസ്ലാം കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. മൽ ഇസ്ലാമു, ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതും വിശദീകരിച്ചു. പിന്നീട് ചോദിച്ചു, അല്ല മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അവിടുത്തെ മറുപടി, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹു തആല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അല്ലാഹു നിങ്ങളെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അല്ലാഹുവിനെ ആരാധിക്കലാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ല എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സായിൽ. ആ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്കും എനിക്കും അറിയുന്ന ആഭ്യന്തര വിഷയമാണല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകി. അപ്പോൾ ചോദിച്ചു, അല്ല, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില അടയാളങ്ങൾ വിശദീകരിച്ചു. അൻ തലിദൽ അമതു റബ്ബതഹാ വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശ്ശാഇ യതതാവലൂന ഫിൽ ബുനിയാൻ തുടങ്ങിയുള്ള ലക്ഷണങ്ങൾ. അഥവാ അടിമ ഉടമയെ പ്രസവിക്കലാണ്, കാര്യങ്ങൾ തലകീഴായി വരലാണ്, നഗ്നപാതരും ദരിദ്രരുമായ ആളുകൾ ദൈർഘ്യമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കലാണ്. അങ്ങനെ തുടങ്ങിയുള്ള ചില ലക്ഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊടുത്തു. ചോദിച്ചയാൾ മടങ്ങിപ്പോയി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്കറിയുമോ ഇതാരാണ് ഈ വന്നുപോയതെന്നറിയുമോ? ഉടനെ മഹാന്മാരായ സ്വഹാബത്ത് ആരാണുള്ളത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാരുണ്ടവിടെ. അവര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, അല്ലാഹുവിനും റസൂലിനും അറിയാം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക ജിബ്രീൽ, അത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന അല്ലാഹുവിന്റെ മലക്കാണ്. അതാക്കും ലിയുഅല്ലിമക്കും ദീനക്കും, എങ്ങനെയാണ് ദീനിന്റെ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ ദീനിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളുടെയും ഒരാകത്തുകയാണ്, ഒരു സമീക്ഷയാണ്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും കൂടിയതാണ് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബത്തിന് മനസ്സിലായി വന്നയാൾ ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നു എന്ന്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വഹ്യ് കൊണ്ടുവന്നു. മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നു, മലക്കിൻ്റെതായ രൂപത്തിൽ വന്നു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തനതായ രൂപത്തിൽ വന്നു, വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ വന്നു. ഇങ്ങനെയെല്ലാം അല്ലാഹു തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ദിവ്യ ദർശനങ്ങളാണ്, സന്ദേശങ്ങളാണ് വഹ്യ്. ആ വഹ്യ് സ്വീകരിക്കുന്ന റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അറിയണേ. ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ, അത് സാധാരണ വ്യക്തിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു വ്യക്തിയായി വായിക്കപ്പെടേണ്ട ആളല്ല. നമ്മുടെ കണ്ണുറങ്ങിയാൽ കൽബും ഉറങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണേ ഉറങ്ങൂ, കൽബ് ഉറങ്ങുകയില്ല. കൽബ് എപ്പോഴും ഉണർന്നിരിക്കുകയാണ്. അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം എപ്പോഴും വരാം. ആ സന്ദേശം സ്വീകരിക്കാൻ റെഡിയായിരിക്കുന്ന ഹൃദയത്തിന്റെ ഉടമയാണ്. അലം നശ്റഹ് ലക സദ്റക്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു അത്രയും വിശാലമാക്കി. ഒരിക്കലും ഉറങ്ങാത്ത ഹൃദയത്തിന്റെ ഉടമയാണ് സയ്യിദുൽ വജൂദി വൽ കായിനാത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായി അവിടുത്തെ പ്രേമപാത്രമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വ്യക്തിവിശേഷം എത്ര അത്യുജ്വലമാണ്, അവിടുന്ന് എത്ര മനോഹരമായ വ്യക്തിവികാസത്തിന്റെ ഉടമയാണ്. ഇതെല്ലാം അവതരിപ്പിച്ച് സ്നേഹപാത്രത്തിന്റെ സ്ഥാനം അങ്ങ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ലോകത്തോട് മഹാനവറുകൾ നൽകുന്ന ഒരു മറുപടിയാണ് അടുത്തേത്. ഈ ഓരോ വരികൾക്കും ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ പറയാനുണ്ട്. പരിമിതി കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, തബാറകല്ലാഹുമാ
വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമി. അല്ലാഹു എത്ര അത്യുന്നതനാണ്. മാ വഹയും ബിമുക്തസബി, ഒരു പ്രവാചകന്റെ വഹയും പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. ഞാനൊരു നബിയാകാൻ പരിശ്രമിച്ചോട്ടെ, വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് ആരാധന കൊണ്ടോ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ചെയ്യാൻ പറ്റുന്നതല്ല. അല്ലാഹു തആല തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം നിയോഗിക്കുന്നവരാണ് പ്രവാചകന്മാർ. അല്ലാതെ ഒരാൾക്ക് അധ്വാനിച്ചാൽ കിട്ടുന്നതല്ല. ഹിറാ ഗുഹയിൽ പോയി 6-ാം നൂറ്റാണ്ടിലെ പ്രയാസങ്ങളിൽ നിന്ന് പരിഹാരം തേടിയിരുന്നപ്പോൾ കിട്ടിയ വെളിച്ചമല്ല, അല്ലാഹു അങ്ങോട്ടയച്ച് കാത്തിരുത്തി കൊണ്ടുവന്ന നിധിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വരുമ്പോൾ, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വം വാദിച്ചത് കേവലമായ ഒരു അവകാശവാദമായിരുന്നു നേതാവാകാൻ വേണ്ടി എന്ന് ചില വിമർശകന്മാര് സോഷ്യൽ മീഡിയയിൽ നാസ്തികരുടെ പേരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അവരോട് ചോദിക്കാനുള്ളത്, പ്രവാചകർക്ക് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്ന് വാദിച്ചിട്ട് എന്ത് നേടാൻ വേണ്ടിയായിരുന്നു? അധികാരം നേടാൻ വേണ്ടിയായിരുന്നോ? അധികാരം കൊടുക്കാൻ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. നല്ല വിവാഹം കിട്ടാൻ വേണ്ടിയായിരുന്നോ? അത് കൊടുക്കാൻ ആദ്യമേ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. സമ്പത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നോ? അത് കൊടുക്കാൻ അവിടെയുള്ളവർ തയ്യാറായിരുന്നു. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി വന്നില്ല. എന്നു മാത്രമല്ല, പ്രവാചകത്വ പ്രഖ്യാപനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നേടിയെടുത്തു. അല്ലെങ്കിൽ ലോകം മുഴുവനും അറിഞ്ഞ് ലക്ഷത്തിൽ പരം വരുന്ന അനുയായികളോടൊപ്പം ജീവിക്കുമ്പോൾ ഒരു കൊട്ടാരമെടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചിട്ടില്ല. കൊട്ടാരത്തിൽ വസിച്ചിട്ടില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ വീടിന്റെ വലിപ്പം 40 സ്ക്വയർ മീറ്റർ ഉള്ളൊരു വീട്ടിലാണ് താമസിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ ആളുകളെ മുഴുവനും കീഴിൽ കൊണ്ടുവന്നിട്ട് വിലസി ജീവിക്കാൻ വേണ്ടിയായിരുന്നു പ്രവാചകർ അങ്ങനെ ചെയ്തതെങ്കിൽ അവസാനത്തെ വർഷങ്ങളിലെങ്കിലും അങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജീവിക്കണ്ടേ? ഒരിക്കൽ പോലും കൊട്ടാരത്തിൽ ജീവിച്ചിട്ടില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. സുഭിക്ഷമായ സാഹചര്യത്തിൽ ജീവിക്കണ്ടേ പ്രവാചകർ? 3 ദിവസം അടുപ്പിച്ചവിടുത്ത അടുപ്പ് പുകഞ്ഞിട്ടില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കും എൻ്റെ ബിലാലിനും വിശപ്പടക്കാനുള്ള ഭക്ഷണം, 1 മാസത്തേക്കുള്ള ഭക്ഷണം ബിലാലിന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പൊതിയായിരുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ആടയാഭരണങ്ങളോടെ ആഢ്യത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വ പ്രഖ്യാപനവുമായി വന്നത് എന്ന് ലോകത്തിന്റെ സമക്ഷത്തിൽ തെളിയിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിൻഗാമികളായ മക്കൾക്ക് വേണ്ടി ഒരു കൊട്ടാരമുണ്ടാക്കി വെക്കാനാണോ പ്രവാചകർ തീരുമാനിച്ചത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പ്രഖ്യാപിച്ചു, എനിക്ക് വല്ല സ്വത്തുമുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്കുള്ളതല്ല, പൊതു ഖജനാവിനുള്ളതാണെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയല്ല, കൊട്ടാരത്തിൽ വസിക്കാൻ വേണ്ടിയല്ല, ആഢ്യത്വം നടിച്ചുകൊണ്ട് മെയിനാകാൻ വേണ്ടിയല്ല, ലളിതമായ ജീവിതം നയിച്ച് പാതിരാവിന്റെ പഴുതിൽ ഉണർന്നിരുന്ന് കരയുകയാണ്. സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കരഞ്ഞ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെല്ലാം വാദങ്ങൾ
ആധുനിക ലോകത്ത് പ്രവാചകത്വ വിരുദ്ധർ ഉന്നയിക്കുന്നുണ്ടോ? അതിന്റെ എല്ലാം മറുപടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നബിയാണെന്ന് വാദിച്ചത് ഒന്നുകിൽ 100% സത്യം. സാധാരണ യുക്തി കൊണ്ട് ആലോചിച്ചാൽ ഒരു സത്യമാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, കള്ളമാണ് പറഞ്ഞത് എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ഇത്രയും 1400 1.5 സഹസ്രാബ്ദത്തോളം കാലമായി വസ്തുതാപരമായി അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ലോകത്തൊരാൾക്ക് സാധിച്ചിട്ടില്ല. 40 കൊല്ലം സത്യം മാത്രം പറഞ്ഞ പ്രവാചകൻ 40 വയസ്സിനു ശേഷം കളവ് മാത്രം പറഞ്ഞു എന്നത് ലോകത്ത് ഏത് ന്യായത്തിന് യോജിക്കുന്നതാണ്? 40 വയസ്സുവരെ ഒരു ജനതയിൽ സത്യം മാത്രം പറഞ്ഞു എന്ന് അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തി അത് കഴിഞ്ഞ് കളവ് മാത്രം പറഞ്ഞു എന്നാണ് ഇന്നത്തെ പ്രവാചകത്വ നിഷേധികൾ വാദിക്കുന്നതെങ്കിൽ എന്ത് ന്യായമാണ് അവർക്ക് ഉന്നയിക്കാനുള്ളത്? ഇങ്ങനെ കാര്യകാരണങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പഠിച്ചു നോക്കിയാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നറിയുമ്പോൾ തുല്യതയില്ലാത്ത മാതൃകയുടെ ഉടമയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രഖ്യാപനമാണ്. വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ. ഒരു പ്രവാചകനും അവര് പറയുന്ന അദൃശ്യ കാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 മാജിക് കാണിച്ചു പോയ ആളല്ല. കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുകയാണ് സ്വഹീഹ് മുസ്ലിമിൽ അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നകും സതഫ്തഹൂന മിസ്റ വഹിയ അർളുൻ യുസമ്മാ ഫീഹൽ ഖിറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈജിപ്ത് ജയിച്ചടക്കും. ആ നാട് നാണയത്തെക്കുറിച്ച്, സ്വർണത്തെക്കുറിച്ച്, വ്യാപകമായി ദീനാറുകളെക്കുറിച്ച് വർത്തമാനം പറയപ്പെടുന്ന നാടാണ്. ഫൈദാ ഫതഹ്തുമൂഹാ, നിങ്ങൾ ആ നാട് ജയിച്ചടക്കിയാൽ ഫഹ്സിനു ഇലാ അഹ്ലിഹാ, ആ നാട്ടുകാരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണേ. ഫഇന്ന ലഹും ദിമ്മതൻ വറഹിമാ, നിങ്ങൾക്ക് ആ നാട്ടുകാരോട് കടമകളും കടപ്പാടുകളും കുടുംബബന്ധവും ഉള്ളവരാണ്. ഔ ഖാല ദിമ്മതൻ വസിഹ്റാ, നിങ്ങൾക്ക് ആ നാട്ടുകാരോട് കടപ്പാടുകളും വിവാഹബന്ധവും ഉള്ളവരാണ്. കാരണം അത് മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹയുടെ നാടാണ്. അതുപോലെയുള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈജിപ്ത് ജയിച്ചടക്കും. ആ ഈജിപ്ത് നാടിൽ ഖിറാത്ത് അഥവാ ദീനാറിനെ കുറിച്ച് വലിയ വർത്തമാനമുള്ള നാടാണ്. അവിടെ നിങ്ങൾക്ക് വിവാഹബന്ധമുണ്ട്, അവിടെ നിങ്ങൾക്ക് കുടുംബബന്ധമുണ്ട്. ആ നാട് നിങ്ങൾ ജയിച്ചടക്കാൻ പോവുകയാണ്. ഫഇദാ റഅയ്ത, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പരാമർശമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫഇദാ റഅയ്ത റജുലൈനി യഖ്തസിമാനി ഫീഹാ ഫീ മൗളിഇ ലബ്നത്തിൻ, ഒരു ഇഷ്ടികയുടെ തലത്തിന്റെ പേരിൽ 2 പേര് തർക്കിക്കുന്നത് കണ്ടാൽ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈജിപ്ത് കീഴടക്കിയാൽ നിങ്ങൾ നാളെ ഈജിപ്ത് ജയിച്ചടക്കും. ആ ജയിച്ചടക്കുന്ന നേരത്ത് നിങ്ങൾ ആ നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, അതെല്ലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഒരു ഇഷ്ടിക വെക്കുന്ന കാര്യത്തിൽ 2 പേര് തർക്കിക്കുന്നത് കണ്ടാൽ ഫഖ്റുജ് മിൻഹാ, അവിടുന്ന് പുറത്തു പോയിക്കൊള്ളണം. അവിടുന്ന് പുറത്തു പോയിക്കൊള്ളണം അബൂദർ. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചു.
അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഫറഅയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ശർഹബീൽ ഇബ്നു ഹസന. ശർഹബീൽ ഇബ്നു ഹസന എന്ന സ്വഹാബിയുടെ മകനായ അബ്ദുറഹ്മാനും വഖാഹു അദ്ദേഹത്തിന്റെ സഹോദരനായ റബീഅയും യഖ്തസിമാനി ഫീ മൗളിഇ ലബനത്തിൻ, ഒരിഷ്ടിക വെക്കുന്ന വിഷയത്തിൽ തർക്കിക്കുന്നത് പിന്നീട് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ടു. ഫഖറജ്തു മിൻഹാ, ഞാൻ അവിടെ നിന്ന് പോന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോ ഹിജ്റ 20-ാം വർഷത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 10 പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു, അല്ലയോ പ്രിയമുള്ള അബൂദർറെ, ഈജിപ്ത് ജയിച്ചടക്കും നിങ്ങൾ, അന്ന് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഇതെല്ലാം വിശദമായി പറഞ്ഞിട്ട് പറഞ്ഞു, ഒരു ഇഷ്ടികയുടെ വിഷയത്തിൽ 2 പേര് തർക്കിക്കുന്നത് കണ്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. 10 കൊല്ലം അബൂദർ ഗിഫാരി തങ്ങൾ ഈ പ്രവചനം മനസ്സിൽ ഓർത്തു വെച്ച് കാത്തിരുന്നു. ഈജിപ്ത് ജയിച്ചടക്കി. 2 പേര് തമ്മിലുണ്ടായ തർക്കം കറക്റ്റ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതുപോലെ അതങ്ങ് സംഭവിച്ചപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഈജിപ്ത് വിടുകയാണ്. വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമീ, ഒരു പ്രവാചകരും അവരുടെ അദൃശ്യകാര്യങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടേണ്ടവരല്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, ഫീ ഹാദൽ ഹദീസ് മുഅ്ജിസാത്തുൻ ളാഹിറത്തുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇതിൽ വ്യക്തമായ മുഅ്ജിസത്തുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതുണ്ട്. മിൻഹാ ഇഖ്ബാറുഹു ബി അന്നൽ ഉമ്മത തകൂനു ലഹും ഖുവ്വ, ഈ സമൂഹത്തിന് വലിയ ശക്തിയും സ്വാധീനവും കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചില്ലേ? എന്നിട്ട് നിങ്ങൾ ജയിച്ചടക്കുമെന്നും പറഞ്ഞില്ലേ? വമിൻഹാ തനാസുഉർ റജുലൈനി ഫീ മൗളിഇൽ ലബ്നതി, ഇതിൽ 2 പുരുഷന്മാർ 2 വ്യക്തികൾ ഒരു ഇഷ്ടികയുടെ വിഷയത്തിൽ തർക്കിക്കുമെന്നും പറഞ്ഞില്ലേ? വവഖഅ കുല്ലു ദാലിക, ഇതെല്ലാം സംഭവിച്ചു. വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനു സ്തുതി എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹ് മുസ്ലിമിൽ എഴുതുകയാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും കൃത്യമായി പുലരുകയാണ്. അങ്ങനെ പറയാനാണെങ്കിൽ 100 കണക്കിന് ഉദാഹരണങ്ങൾ എണ്ണി പറയാനുണ്ട്. കേവലം ഒരു പ്രവാചകത്വവാദവും നടത്തി അങ്ങ് പോയതല്ല. അന്നും ഇന്നും എന്നുമുള്ള ജനതയുടെ ഹൃദയത്തിൽ അത് അടയാളപ്പെടുത്തി ആവശ്യമായ പ്രമാണങ്ങൾ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എത്രമാത്രം ഹബീബായ തങ്ങളുടെ പ്രസ്താവനയെ ഉൾക്കൊണ്ടു എന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംഭാഷണം അവസാനിപ്പിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എങ്ങനെയാണ് അവിടുത്തെ പ്രസ്താവനകളെ ഏറ്റെടുത്തത്, അവിടുത്തെ പരാമർശങ്ങളെ എങ്ങനെയാണ് അവരെ കാതോർത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇലാഹി വാണിയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളാണ് ലോകത്തോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വഹാബത്തിന് എത്രമേൽ ബോധ്യമായി എന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയുമോ? അർശ് പർ ജിസ്കി കമാനി ചൽ ഗയി സദഖ ഇസ് ബാസു പെ ഖുവത് കീജിയേ नीमो तैबा के भूलों पर हो आँख बुलबुलो पासे नजाकत कीजिए सर से गिरता है अभी बारे गुना हम जरा फर्क़े इरादत कीजिए सर से गिरता है अभी बारे गुना പാപങ്ങളുടെ ഭാണ്ഡങ്ങൾ മുഴുവനും ശിരസിൽ നിന്ന് അടർന്നു വീഴുന്നു. ഹംദറാ ഫർഖേ ഇറാദത്ത് കീജിയേ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി ചെല്ലുമ്പോ മുഴുവൻ അരുതായ്മകളും അടർന്നു പോകുന്ന പവിത്രതയുടെ പര്യായമേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നാര കീജിയേ യാ റസൂലല്ലാഹ് കേ യാ റസൂലല്ലാഹ് കാ മുഫ്ലിസോ സാമാൻ ദൗലത്ത് കീജിയേ. എല്ലാം നഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ആശ്വാസത്തിന് വേണ്ടി ആശ്രയത്തിന് വേണ്ടി വിളിക്കാനുള്ള കേന്ദ്രമല്ലോ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ തങ്ങളെ സ്വഹാബികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? കേവലമായ ഒരു അന്ധവിശ്വാസമായിരുന്നു അല്ല, അവരുടെ ജീവിതത്തിൽ മുഴുവനും അടയാളപ്പെട്ട് കിടന്ന മുഴുവൻ നന്മകളുടെയും പ്രതീക്ഷകളുടെയും വിശ്വാസദാർഢ്യതയുടെയും പര്യായമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അതിനുള്ള ഒരു ഉദാഹരണമാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബിയുടെ മകൻ അബ്ദുല്ലാഹ് എന്ന സ്വഹാബി പുത്രൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രായമേറെയായപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഉപ്പാനെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോകുന്ന ആളാണ്. ആ മഹാനായ മകൻ ഉപ്പയെക്കുറിച്ച് പറയുന്നു, സമിഅതു കഅബ് ഇബ്നു മാലിക്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഹീന തഖല്ലഫ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വതി തബൂക്ക്. തബൂക്ക് യുദ്ധത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് മുന്നേറ്റത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ കൂടെ പോകേണ്ട ആളായിരുന്നു, പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തു, എല്ലാവരും വരാൻ, ഞാനും പോകേണ്ട ആളാണ്, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്റെ കയ്യിൽ നല്ല വേഗതയിൽ പോകാൻ പറ്റുന്ന കുതിരയുണ്ട്, മതിയായ വസ്ത്രമുണ്ട്, നാളെ പോകാമെന്നു കരുതി, അടുത്ത ദിവസം പോകാമെന്നു കരുതി. അങ്ങനെ കാത്തിരുന്ന ദിവസങ്ങൾ അങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും സ്വഹാബികളും അതാ തബൂക്കിലേക്ക് പോകുമ്പോൾ വളരെ പ്രയാസമുള്ള യാത്രയാണത്, ദുർഘടമായ യാത്രയുള്ള പോരാട്ട യാത്രയാണത്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും സ്വഹാബികളും പോയപ്പോൾ അതാ മഹാന്മാരായ സ്വഹാബികളിൽ നിന്ന് ചില ആളുകൾക്ക് പോകാനായില്ല. ഞാൻ അങ്ങനെ അതിൽ പെട്ടുപോയി. അന്ന് പ്രത്യേകിച്ച് രജിസ്റ്റർ ഒന്നുമില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യജ്ഞാനം കൊണ്ടറിയാം ആരൊക്കെ കൂടെയുണ്ട്, ആരൊക്കെ വന്നില്ല, എല്ലാം അറിയും. ഞാൻ തർക്കിച്ച് നിന്നുപോയി. നാളെ പോകാമെന്ന് വിചാരിച്ച് നിന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ട് കുറച്ചങ്ങ് ദിവസവുമായി. ഫതഫിഖ്തു ഇദാ ഖറജ്തു ഫിന്നാസ് ബഅദ ഖുറൂജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ അതൊരു ഉചിതമായ രീതിയല്ലാന്ന് എനിക്ക് തോന്നി. ഞാൻ അങ്ങനെ മെല്ലെ ഒന്ന് മടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്കിൽ എത്തുന്നതുവരെ എന്നെ കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. തബൂക്കിലെത്തിയപ്പോൾ ചോദിച്ചു, മാ ഫഅല കഅബ് ബിൻ മാലിക്, കഅബ് ബിൻ മാലിക് എവിടെ? കാണാനില്ലല്ലോ. ഫഖാല റജുലുൻ മിൻ ബനീ സലമ, ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹബസഹു ബുർദാഹു വന്നദറു ഫീ ഇത്ഫൈഹി. അയാൾക്ക് നല്ല വസ്ത്രവും സൗകര്യവും ഒക്കെ ആയപ്പോ അയാൾക്കൊരഹംഭാവം വന്നു പോയത് കൊണ്ട് വരാത്തതാണ്.
അന്ന് 2 വസ്ത്രം ഒരുമിച്ചുള്ള ആളുകൾ ഇല്ല. അത്രയും പാവപ്പെട്ട സ്വഹാബികളുള്ള കാലമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്ലുസ് സുഫയിലെ 70 പേരെ എനിക്കറിയാം. അവർക്ക് ഓരോ അരമുണ്ട് മാത്രമേ ഉള്ളൂ, മേൽമുണ്ടില്ല. ആ വസ്ത്രം അവര് ഉയർത്തിയിട്ട് കഴുത്തിന്റെ 2 സൈഡിലും കൂടി കൂട്ടിയിട്ട് ബാക്കിലൊന്ന് കെട്ടലാണ്. അങ്ങനെയുള്ള 70 പേരെ അഹ്ലുസ് സുഫയിൽ നിന്ന് അറിയാമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അത്രയും ദാരിദ്ര്യത്തിന്റെ കയത്തിലാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ് ബിൻ മാലിക് തങ്ങളെ അന്വേഷിച്ചപ്പോൾ ബനൂ സലമ ഗോത്രത്തിൽപ്പെട്ട ഒരാള് പറഞ്ഞു, ഹബസഹു ബുർദാഹു, അയാൾക്ക് ഇപ്പൊ ആവശ്യത്തിന് വസ്ത്രമൊക്കെ ഉണ്ട്, നോക്കിയപ്പോ തരക്കേടില്ല എന്ന് തോന്നി, അതുകൊണ്ട് വരാത്തതാണ്. ഇവിടെ ചില വ്യാഖ്യാതാക്കൾ എഴുതി, ഒരുപക്ഷെ മുനാഫിഖിൽപ്പെട്ട ഒരാളായിരിക്കാം അങ്ങനെ പറഞ്ഞു കൊടുത്തത്. ഉടനെ അതാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഫഖാല ലഹു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ, മാ അലിംനാ അലൈഹി ഇല്ലാ ഖൈറാ, അദ്ദേഹത്തെ കുറിച്ച്, കഅബ് ബിൻ മാലിക്കിനെ കുറിച്ച് നല്ലത് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ഇയാള് പറഞ്ഞതുപോലെ ആകാൻ ന്യായമില്ല. ഇതുവരെ ഒരു മോശത്തരവും അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാരണമുണ്ടാകും എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫസകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം ദീക്ഷിച്ചു. ഫബൈനാഹു അലാ ദാലിക റആ റജുലൻ മുബീളാ യസൂലു ബിഹി സറാബ്. അങ്ങനെ നോക്കുമ്പോഴാണ് മരുഭൂമിയിൽ നിന്നൊരു വെള്ള വസ്ത്രം ധരിച്ചാൽ ഒരു മരീചിക പോലെ വരുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, കുൻ അബാ ഖൈസമ, അത് അബൂ ഖൈസമയാവട്ടെ. ഫൈദാ ഹുവ അബൂ ഖൈസമത്തൽ അൻസാരി. വന്നു നോക്കുമ്പോൾ അത് അബൂ ഖൈസമയാണ്. രംഗമിങ്ങനെ കഴിഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലാണ്. കഅബ് ബിൻ മാലിക് എന്നവരെ അന്വേഷിച്ചു. സംഭാഷണമൊക്കെ കഴിഞ്ഞു. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് മുന്നേറ്റം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് തവജ്ജഹ ഖാഫിലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, മുത്തുനബി തങ്ങൾ വരുമ്പോൾ പോയി എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെട്ടാലോ. എന്തെങ്കിലും ഒപ്പിച്ചു പറയാ. എന്താണ് വരാഞ്ഞത് കഅബയെന്ന് ചോദിക്കുമ്പോ ഭാര്യയ്ക്ക് സുഖമില്ലായിരുന്നു, വാഹനമില്ലായിരുന്നു, വസ്ത്രമില്ലായിരുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒപ്പിച്ച് രക്ഷപ്പെട്ടാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെയും ഞാൻ ആലോചിച്ചു, അല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എന്ത് പറയണമെന്ന് പല പ്രാവശ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അവസാനം എനിക്ക് വീണ്ടും എന്റെ മനസ്സിലേക്ക് വന്നു, കളവ് പറയാൻ നിൽക്കേണ്ട, സത്യം തന്നെ പറഞ്ഞേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ തബൂക്കിൽ നിന്ന് വന്നു. വകാന ഇദാ ഖദിമ മിൻ സഫരിൻ ബദഅ ബിൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദീർഘദൂര യാത്ര കഴിഞ്ഞാൽ പള്ളിയിലാണ് ആദ്യം വരിക. അവിടെ 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു, ജനങ്ങളുടെ മുമ്പിലിരുന്നു. അതാ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത ആളുകൾ ഓരോരുത്തര് വരാൻ തുടങ്ങി. യഅ്തദിറൂന ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ഓരോരുത്തരും ഉപാധികൾ പറഞ്ഞു. വകാനൂ ബിദ്അൻ വസമാനീന റജുലാ, 80-ലേറെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൊറുക്കൽ തേടി അവരങ്ങ് പോയി. ഹത്താ ജിഅ്തു, ഞാൻ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നു. ഫലമ്മാ സല്ലംതു തബസ്സമ തബസ്സുമൽ മുഗ്ളബി, എന്നെ കണ്ടപ്പോ ദേഷ്യത്തോടെ ഒന്ന് ചിരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചെല്ലാത്തൊരു വിഷമമുണ്ട്, ആ ദേഷ്യത്തോടെ എന്റെ മുഖത്തൊരു പുഞ്ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. സുമ്മ ഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, തആൽ, ഓ പ്രിയമുള്ള കഅബേ വരൂ. ഫജിഅ്തു അംശി ഹത്താ ജലസ്തു ബൈന യദൈ, അല്ലയോ ഹബീബായ തങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പോയി അങ്ങിരുന്നു. തങ്ങൾ ചോദിച്ചു, എന്തേ കഅബേ വരാതിരുന്നത്? നിങ്ങൾക്ക് വാഹനമുണ്ടായിരുന്നില്ലേ? ഉടനെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയേ, ലോകത്ത് വേറാരുടെ മുമ്പിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള വാചാലത എന്റെ കയ്യിലുണ്ട് നബിയേ. ലോകത്ത് വേറെ ആരുടെ സന്നിധാനത്തിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. യാ റസൂലല്ലാഹ്, ഇന്നി വല്ലാഹി ലൗ ജലസ്തു ഇൻദ ഗൈരിക മിൻ അഹ്ലിദ് ദുനിയാ ലറഅയ്തു അന്നി സഖറുജു മിൻ സഖതിഹി ബിഉദ്രിൻ ലഖദ് ഉഅതീതു ജദലാ. എനിക്ക് നല്ല വാചക കസർത്തുള്ള ആളാണ്. ലോകത്ത് വേറെ ആരുടെ മുമ്പിലാണെങ്കിലും രക്ഷപ്പെടാനുള്ള ഉപായം എന്റെ കയ്യിലുണ്ട്. വലാകിന്നി വല്ലാഹി, പക്ഷേ അല്ലാഹു സാക്ഷി, ലഖദ് അലിംതു ലഇൻ ഹദ്ദസ്തുക യൗമ ഹദീസ കദിബിൻ തർളാ ബിഹി അന്നി, ഇന്നു ഞാൻ അവിടുത്തെ സമക്ഷത്തിൽ കളവ് പറഞ്ഞാൽ നാളെ എനിക്ക് കോപിക്കേണ്ടി വരും, എന്നോട് കോപിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം. അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് വെളിച്ചം കിട്ടുന്ന നേതാവാണ്. ഈ കഅബ് ബിൻ മാലിക് ആരാണെന്ന് ഇനി തുടർന്ന് വരുമ്പോ അറിയും. സ്വഹാബത്ത് അന്ധമായി വിശ്വസിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കി വായിച്ച് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. ലോകത്താരുടെ മുമ്പിലാണെങ്കിലും ഇങ്ങനെ ഒരു മുന്നേറ്റം നടന്നിട്ടുണ്ടോ? തബൂക്ക് എന്ന് പറഞ്ഞാൽ കഥയിൽ പറയപ്പെട്ടൊരു സ്ഥലമല്ല, ഇന്നും നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്ന സ്ഥലമാണ് തബൂക്ക്. ആ തബൂക്കിലേക്കുള്ള മുന്നേറ്റം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ, ലോകത്താരുടെ മുമ്പിലാണെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാനുള്ള ഉപായം എന്റെ കയ്യിലുണ്ട്. അതേ സമയത്ത് തങ്ങളോട് പറഞ്ഞാൽ അതൊരിക്കലും വിജയിക്കില്ലെന്നറിയാം. എന്നിട്ട് മഹാനവറുകളെ പറയാണ്, യാ റസൂലല്ലാഹ്, വല്ലാഹി മാ കാന ലീ മിൻ ഉദ്രിൻ വല്ലാഹി മാ കുന്തു ഖത്തു അഖ്വാ വലാ ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻകാ. തങ്ങളെ, എനിക്കൊരു കാരണവും പറയാനില്ല. വരണമെങ്കിൽ വരാൻ പറ്റുന്ന ആളായിരുന്നു, പക്ഷേ സന്ദർഭവശാൽ വരാൻ പറ്റിയില്ല. എനിക്കൊരു കാരണവും ബോധിപ്പിക്കാനില്ല നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സദഖ ഫഖും ഹത്താ യഖ്ദിയല്ലാഹു ഫീക. നിങ്ങൾ സത്യം പറഞ്ഞിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ തീരുമാനം പറയാനായിട്ടില്ല. അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ കഅബേ. കള്ളം പറഞ്ഞു ഒപ്പിച്ചു പറഞ്ഞവരൊക്കെ തൽക്കാലം മുത്തുനബി തങ്ങൾ എടുക്കുന്ന ഉപാധി പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി. സത്യം പറഞ്ഞ കഅബിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. അങ്ങനെ മഹാനായ സയ്യിദുനാ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നടന്നു. അപ്പൊ ഓരോരുത്തരെന്നോട് പറയാൻ തുടങ്ങി,
അല്ല വല്ലാഹി മാ അലിംനാക അദ്നബത ദംബൻ ഖബ്ല ഹാദാ, നിങ്ങൾ ഒരിക്കലും മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപരാധം ചെയ്ത ആളല്ല. ഇപ്പൊ വെറുതെ അങ്ങ് പൊള്ളു പറഞ്ഞുകൂടായിരുന്നോ? പിന്നെ പൊറുക്കലിനെ തേടിക്കാമായിരുന്നല്ലോ, പിന്നെ വേണമെങ്കിൽ പറഞ്ഞു രക്ഷപ്പെടാമായിരുന്നല്ലോ. അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്കൊന്ന് മടങ്ങിപ്പോയിട്ട് ഒരു ഒപ്പിക്കലിന്, ഒരു അഡ്ജസ്റ്റ്മെന്റിന് കള്ളം പറഞ്ഞ് രക്ഷപ്പെട്ടാലോ. അപ്പോൾ മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾക്ക് വേണമെങ്കിൽ ഉപാധി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാം. പക്ഷേ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് തയ്യാറായില്ല. മടങ്ങി വന്നപ്പോ എല്ലാവരും പറഞ്ഞു, അല്ല കഅബ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നുപാധി പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നില്ലേ? ഇതുവരെയും ഒരിക്കൽ പോലും മുത്തുനബി തങ്ങളോട് അപരാധം ചെയ്യാത്ത ആളാണല്ലോ, ഒരിക്കലൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഹത്താ അറത്തു അൻ അർജിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ എനിക്ക് തന്നെ തോന്നി, എല്ലാവരും പറഞ്ഞതല്ലേ, ഒന്ന് മടങ്ങിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു രക്ഷപ്പെട്ടാലോ. ഞാൻ അങ്ങനെ മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴാണ് വേറെ ആരെങ്കിലും, ഞാനല്ലാത്ത മറ്റാരെങ്കിലും സത്യം പറഞ്ഞു നിൽക്കുന്നവരുണ്ടോ എന്ന് കഅബ് ഇബ്നു മാലിക് തങ്ങൾ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, 2 പേരുണ്ട്, അവര് സത്യം പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണ്. ഒന്ന് മുറാറത്ത് ബിൻ റബീഉൽ അംരിയാണ്, രണ്ടാമത് ഹിലാൽ ബിൻ ഉമയ്യത്തുൽ വാഖിഫിയാണ്. ഈ 2 പേർ സത്യം പറഞ്ഞു, ഒരു കാരണവുമില്ലെന്ന്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, فذكروا لي رجلين صالحين قد شهدا بدرا فيهما أسوة. ഞാൻ നോക്കിയപ്പോൾ അവർ 2 പേരും ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്ത മഹാന്മാരാണ്, അവരിൽ മാതൃകയുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കൂടാമെന്നു കരുതി. എനിക്ക് കൂട്ടിന് 2 ആളുകൾ ഉണ്ടല്ലോ എന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വിചാരിച്ച ചിന്ത ഞാൻ പിൻവലിച്ച് മടങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങളെ 3 പേരുടെയും കാര്യത്തിൽ എന്താണ് ഇനി തീരുമാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർഡർ വന്നു, ഇവരോട് മിണ്ടാൻ പാടില്ല. ദീർഘമായ ഹദീസ് ഞാൻ ചുരുക്കി പറഞ്ഞു നിർത്തുന്നു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കലാമിനാ അയ്യുഹസ് സലാസ. ഈ 3 ആളുകളോട് മിണ്ടാൻ പാടില്ലെന്ന് നബി തങ്ങൾ ഓർഡർ ഇട്ടിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളോട് ബഹിഷ്കരിക്കുകയാണ്. ആരും ഞങ്ങളെ കണ്ടാൽ മിണ്ടുന്നില്ല. 50 ദിവസത്തേക്ക് ഞങ്ങൾക്കെതിരെ വിലക്ക് വന്നുപോയി. ഫലബിസ്നാ അലാ ദാലിക 50 ലൈല. 50 രാവുകൾ, 50 ദിവസങ്ങൾ ഞങ്ങളോട് ആരോടും മിണ്ടുന്നില്ല. ഫഅമ്മാ സ്വാഹിബായ ഫസ്തകാനാ വഖഅദാ ഫീ ബുയൂതിഹിമാ യബ്കിയാനി. എന്റെ 2 കൂട്ടുകാർ, അവർ 2 പേര് വീടിന്റെ ഉള്ളിലിരുന്ന് കരയുക തന്നെ. ഹബീബായ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, ഇവര് 3 ആളോടും മിണ്ടാൻ പാടില്ല. അവർക്ക് 2 പേർക്കും വേറൊന്നും ചെയ്യാനില്ല. അവർ കരയാൻ തുടങ്ങി, വീട്ടിൽ നിന്ന് ഇങ്ങനെ കരയാണ്. ഞാനാണെങ്കിലോ ഞാനൊരു യുവാവാണ്, ഞാൻ കുറച്ച് ആരോഗ്യമുള്ള ആളാണ് കൂട്ടത്തിൽ. ഞാൻ നേരെ പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. മാർക്കറ്റിൽ ഇങ്ങനെ കറങ്ങി നടക്കും. ഒരാളും എന്നോട് സംസാരിക്കൂല, ഒരാളും എന്നോട് മിണ്ടൂല. മദീനത്ത് അങ്ങാടിയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് ഒരാളും എന്നോട് സംസാരിക്കുന്നില്ല. സലാം പറഞ്ഞാൽ മടക്കുന്നില്ല.
ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലും. ഫൗസല്ലിമു അലൈഹി വഹുവ ഫീ മജ്ലിസി ബഅദ അസ്സലാം. മുത്തുനബി തങ്ങൾ ഇരിക്കുമ്പോൾ ഞാൻ പോയി സലാം പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കും, ഹൽ ഹറക ശഫതൈഹി ബിറദ്ദിസ്സലാം. മുത്തുനബി തങ്ങൾ സലാം മടക്കാൻ ചുണ്ടനക്കുന്നുണ്ടോ? പക്ഷേ അവിടുത്തെ ചുണ്ടനങ്ങി കാണുന്നില്ല. സലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും, അവിടുന്ന് സലാം മടക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, ചുണ്ടനങ്ങി കാണുന്നില്ല. ഞാൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടാൻ നിൽക്കുമ്പോ തങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സുമ്മ ഉസല്ലി ഖരീബൻ മിൻഹു വഉസാരിഖുഹു അൻ-നളർ. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ വീണ്ടും ഒന്ന് നോക്കും, ഹബീബായ തങ്ങൾ നോക്കുന്നുണ്ടോന്ന്. ഫൈദാ അഖ്ബൽതു അലാ സ്വലാത്തി നളറ ഇലയ്യ. ഞാൻ നിസ്കരിക്കാൻ നിന്നാൽ തങ്ങൾ എന്നെ ഒന്ന് നോക്കും, അതെന്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുണ്ട്. വൈദൽ തഫത്തു നഹ്വഹു അഅറദ അന്നി. ഞാൻ തങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തങ്ങൾ എന്നെ നോട്ടമങ്ങ് അവസാനിപ്പിക്കും. അങ്ങനെ കഴിഞ്ഞുപോയി. ആരും എന്നോട് മിണ്ടുന്നില്ല, ഒരാളും എന്നോട് മൗനമാണ്. ഞാൻ അങ്ങനെ എന്റെ അടുത്ത മിത്രങ്ങളുടെ അടുക്കലേക്ക് ചെല്ലാൻ തുടങ്ങി. എന്റെ പിതാവിന്റെ സഹോദരന്റെ മകൻ അബൂ ഖതാദയുടെ അടുക്കലേക്ക് ചെന്നു, എളാപ്പാന്റെ മോന്റെ അടുക്കൽ. ഫസല്ലംതു അലൈഹി. ഞാൻ സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലയ്യ സലാം. എന്നോട് സലാം മടക്കിയതേ ഇല്ല. ഉടനെ ഞാൻ ചോദിച്ചു, അല്ലയോ അബൂ ഖതാദ, ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വറസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിൽ സാക്ഷിയായി ചോദിക്കട്ടെ അബൂ ഖതാദ, എനിക്ക് അല്ലാഹുവിനോടും റസൂലുള്ളാഹിനോടും സ്നേഹമില്ലെന്നാണോ നിന്റെ വിചാരം? ഒന്നും മിണ്ടിയില്ല. രണ്ടാമതും ഞാൻ ചോദിച്ചു. ഫഉത്തു ഫനാശത്തുഹു. വീണ്ടും ഞാൻ ചോദിച്ചു, അപ്പോഴും മിണ്ടിയില്ല. ഫഉത്തു ഫനാശത്തുഹു. വീണ്ടും ഞാൻ ചോദിച്ചു, അല്ല, എനിക്ക് അല്ലാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്നേഹമില്ലെന്നാണോ അബൂ ഖതാദ നിങ്ങളുടെ അഭിപ്രായം? മൂന്നാമത് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ എളാപ്പാന്റെ മകൻ പറയാണ്, വല്ലാഹു വറസൂലുഹു അഅലം. അല്ലാഹുവിനും റസൂലിനും അറിയാം. അപ്പോഴും സലാം മടക്കിയില്ല, അപ്പോഴും എനിക്ക് മറുപടി തന്നില്ല. ഫഫാളത് ഐനായ്. എനിക്ക് നിയന്ത്രിക്കാനായില്ല. എന്റെ കണ്ണ് പൊട്ടിയൊലിക്കാൻ തുടങ്ങി. ആരോരും എന്നോട് മിണ്ടുന്നില്ല, ഒരാളും എനിക്ക് സലാം മടക്കുന്നില്ല, തങ്ങൾ എന്നോട് മിണ്ടുന്നില്ല. ഒരു സ്നേഹിക്ക് കിട്ടുന്ന പരീക്ഷണമാണ്, ഒരു അനുരാഗി കഴിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ്. ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്താൽ പരീക്ഷിക്കപ്പെട്ട മഹാനാണ് സയ്യിദുനാ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഇത് നുബുവത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഇത് ഗൈബ് പ്രഖ്യാപനത്തിന്റെ ഒരു പ്രമാണമാണ്. ഇത് സ്നേഹത്തിന്റെ ഒരു ചരിത്ര സാക്ഷ്യമാണ്. എല്ലാം ഒത്തുചേരുകയാണ്. ഞാൻ അങ്ങനെ വീണ്ടും ഇങ്ങനെ ഓരോ വഴി മാറി സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് മദീനത്തെ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സിറിയക്കാരനായ ഒരാൾ അവിടെ അന്വേഷിക്കുന്നു, കഅബ് ബിൻ മാലിക് എവിടെ? സിറിയക്കാരനായ ഒരാൾ അന്വേഷിക്കുന്നുണ്ട്, കഅബ് ബിൻ മാലിക് എവിടെ? കഅബ് ബിൻ മാലിക് എവിടെ? അപ്പൊ ആളുകൾ ആരോ ചൂണ്ടിക്കൊടുത്തു, അതാ കാണുന്ന ആളാണ് കഅബ് ബിൻ മാലിക്. ഞങ്ങൾ ആരും മിണ്ടാറില്ല, സലാം മടക്കാറില്ല, ഊര് വിലക്കപ്പെട്ട ആളാണ്. നോക്കിയപ്പോൾ ഷാമിൽ നിന്ന് ഭരണാധികാരിയുടെ ഒരു കത്തും കൊണ്ട് വന്നിരിക്കുകയാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത്, ഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക വലം യജഅലക അല്ലാഹു ബിദാരി ഹവാനിൻ വലാ മളിയ. അല്ലയോ കഅബ് ബിൻ മാലിക്, നിങ്ങളുടെ പ്രവാചകർ നിങ്ങളെ ഒരു വിലക്ക് എന്നും അവഗണിച്ചു എന്നും അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ നിന്ദ്യനായി ജീവിക്കേണ്ട ആളല്ല. ഇങ്ങോട്ട് വന്നോ, എല്ലാം നിങ്ങൾക്കു തരാം. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഇപ്പോൾ വലിയ ഒരു പരീക്ഷണത്തിലാണ്. ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്,
മറുഭാഗത്ത് അള്ളാഹുവിന്റെ തീരുമാനം കാത്തിരിക്കുന്നു. ഇടയിലാണ് വിദേശത്തുനിന്നൊരു രാജകീയമായ ക്ഷണം. വന്നേക്കൂ, നിങ്ങൾ ഇങ്ങനെ ഒരു വിലക്കിൽ കഴിയേണ്ട ആളല്ല, നിങ്ങൾക്കെല്ലാം തരാം. അങ്ങനെ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ കത്ത് വാങ്ങി അങ്ങ് വായിച്ചു. അന്ന് വായന അറിയുന്ന ആളാണ് ഞാൻ പറഞ്ഞു, വഹാദിഹി ഐളം മിനൽ ബലായി, ഇത് വലിയൊരു പരീക്ഷണമായി പോയല്ലോ. ഫതയമ്മംതു ബിഹത്തന്നൂർ ഫസജ്ജർതുഹാ, ഞാനത് നേരെ കൊണ്ടുപോയി അടുപ്പത്ത് കത്തിച്ചു കളഞ്ഞു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുന്ന വെമ്പൽ കൊള്ളുന്നൊരു ഹൃദയം, ആ സ്നേഹത്തിൽ നിന്ന് നിർഭവിച്ച ഒരു വിയോജിപ്പ്, അതിനി ഒരു പരിഹാരം വേണം, കാത്തു നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ബാഹ്യശക്തി ഞങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കുന്നു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വീണില്ല. അതൊരു പരീക്ഷണമാണെന്ന് കണ്ട് കത്ത് കത്തിച്ചു കളഞ്ഞു. 40 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് വന്നു. എന്താണെന്നറിയുമോ? ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅ്മുറുക അൻ തഅസില ഇംറഅതക. ഓ കഅബേ, ഇതുവരെ നിങ്ങൾക്ക് ഒരു വിലക്ക് മാത്രമാണ് നൽകിയിരുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പാടില്ല. കഅബ് ബിൻ മാലിക് തങ്ങളുടെ ഉള്ളിൽ നബി സ്നേഹം തിളക്കുകയാണ്. ഭാര്യയെ വേണോ നബിയെ വേണോ? നബിയെ വേണമെങ്കിൽ ഭാര്യ അടുത്ത് നിൽക്കാൻ പാടില്ല. ഭാര്യ അടുത്ത് വേണമെങ്കിൽ തങ്ങളെ അനുസരിക്കാൻ പറ്റൂല. ഉടനെ കഅബ് ബിൻ മാലിക് തങ്ങൾ ചോദിച്ചു, അല്ലയോ ഹബീബായ തങ്ങളെ, ഉതല്ലിഖുഹാ അമ്മാദാ അഫ്അൽ, ഞാൻ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കണമെന്നാണോ അവിടുന്ന് പറഞ്ഞത്? അതല്ല, എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പറഞ്ഞു, അങ്ങനെയല്ല, തൽക്കാലം വിട്ടുനിൽക്കാനാണ്. നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന മറ്റൊരാളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഭാര്യ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഓ നബിയേ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഇട്ടേച്ചു പോയാൽ അദ്ദേഹത്തെ സഹായിക്കാൻ വീട്ടിലാരുമില്ല. എനിക്ക് ആ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ പറ്റുമോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിൽ താമസിച്ചോ, പക്ഷേ ഭാര്യ ഭർത്തൃ ജീവിതം നിങ്ങൾക്ക് അനുവദനീയമല്ല. ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യ പറഞ്ഞു, നബിയേ, അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. അദ്ദേഹം 40 ദിവസമായി എല്ലാം വെടിഞ്ഞ് കരഞ്ഞ് ശരീരത്തിന്റെ ആരോഗ്യം മുഴുവനും മറന്ന് ഭാര്യ താല്പര്യങ്ങളുടെ ലോകത്ത് നിന്നെല്ലാം അകന്ന് കഴിയുകയാണ്. അങ്ങനെ ഒരു സാധ്യതയില്ല നബിയേ. അപ്പോൾ സമ്മതം കൊടുത്തു. കഅബ് ബിൻ മാലിക് എന്നവരുടെ ഭാര്യ ചോദിച്ചു, അല്ലയോ കഅബ് എന്നവരെ, ഞാനും ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കട്ടെ, നിങ്ങളുടെ കൂടെ വീട്ടിൽ താമസിക്കാൻ? വേണ്ട വേണ്ട. ആ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ ഭൂമിയിലെ ഏകാന്തതയുടെ വന്യതയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രിയമൊന്ന് തിരിച്ചു കിട്ടണം. 40 ദിവസമായി ഏതെല്ലാം നൊമ്പരങ്ങളാണ്, വേദനകളാണ്. ലോക സ്നേഹ ചരിത്രത്തിലെ വേറിട്ട ഒരു അധ്യായമാണ് കഅബ് ബിൻ മാലിക് തങ്ങൾ മദീനയിൽ രചിച്ചത്. വേറെ ഏതൊരാളോട് ഇങ്ങനെ വിട്ടുനിന്ന് ബഹിഷ്കരണത്തിന്റെ തീഷ്ണമായ പരീക്ഷണങ്ങളുടെ നടുവിൽ സ്നേഹത്തിന്റെ അഗ്നിജ്വാല കടക്കാൻ ആളുകളെ ലോകത്തെവിടുന്നാണ് കിട്ടിയത്?
കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ടത് എന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ മതി. നാളുകൾ കഴിഞ്ഞു പോയി. ഞാൻ അങ്ങനെ 50-ാമത്തെ ദിവസം ഞാൻ വിശദീകരിക്കുന്നില്ല. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത്, എവിടെയെങ്കിലും ഉള്ള കഥയല്ല. ബഹുമാനപ്പെട്ട ഇമാം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ثم صليت صلاة الفجر صباح 50 ليلة. ഞാൻ അങ്ങനെ 50 നാളുകൾ കഴിഞ്ഞ് 50 രാവുകൾ കഴിഞ്ഞ് 51-ാമത്തെ സുബഹി ഇങ്ങനെ നിസ്കരിക്കുകയാണ്. എന്റെ വീടിന്റെ മച്ചിന്റെ മേലെ നിസ്കരിക്കുമ്പോൾ അതാ എന്റെ ആലോചന, പടച്ചവനെ, വിശാലമായി ഭൂമി എനിക്ക് വല്ലാതെ ഇടുങ്ങിപ്പോയല്ലോ. ഈ ഭൂമി ഇത്ര വിശാലമായിട്ട് എന്ത് കാര്യം? ആരും മിണ്ടാനില്ല, അടുത്ത ഭാര്യ പോലുമില്ല, ഒറ്റയ്ക്ക് ഏകാന്തനായി ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഇതൊരു വല്ലാത്തൊരിടുക്കം തന്നെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുന്നിന്റെ മേലെ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. യാ കഅബ് ബിൻ മാലിക്, ഓ കഅബ് ബിൻ മാലിക്, അബ്ശിർ, നിങ്ങൾ സന്തോഷിച്ചോ, നിങ്ങൾ സന്തോഷിച്ചോ, സുവിശേഷം അറിഞ്ഞോ. ഫഖറർതു സാജിദാ. അബ്ശിർ എന്ന് കേട്ടപ്പോഴേക്ക് ഞാൻ അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ വീണു. വഅറഫ്തു അന്നഹു ഖദ് ജാഅ ഫറജുൻ, അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു പരിഹാരം വന്നു എന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സുവിശേഷം എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അല്ലാഹുവിന് സുജൂദ് ചെയ്തു. അപ്പോഴതാ ആളുകൾ ഓടി വരുന്നുണ്ട് എന്റെ അടുക്കലേക്ക്. فذهب الناس يبشروننا فذهب قبل صاحبي مبشرون وركض رجل إلي فرسا وسعى ساع من أسلم قبلي. എന്റെ അടുക്കലേക്ക്, എന്നെ പോലെ സത്യം പറഞ്ഞ 2 ആളുകളുടെ അടുക്കലേക്ക് അതാളുകൾ പാഞ്ഞു വരാൻ തുടങ്ങി സുവിശേഷം അറിയിക്കാൻ. فلما جاءني الذي سمعت صوته يبشرني, എനിക്ക് സന്തോഷം അറിയിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ നസഅതു ലഹു സൗബയ്യ, ഞാൻ അന്ന് ധരിച്ചിരുന്ന 2 വസ്ത്രവും അഴിച്ചയാൾക്ക് കൊടുത്തു. ഫകസൗതുഹുമാ ഇയ്യാ, ഞാൻ അദ്ദേഹത്തിന് ധരിക്കാൻ കൊടുത്തു. വല്ലാഹി മാ അംലികു ഗൈറഹുമാ യൗമഇദിൻ, എനിക്കാകെ അന്ന് 2 വസ്ത്രമേ ഉള്ളൂ. അത് ഞാൻ എന്നെ സന്തോഷം അറിയിച്ച ആൾക്ക് കൊടുത്തു. വസ്തഅർതു സൗബൈനി, പിന്നെ ഞാൻ 2 വസ്ത്രം വായ്പ വാങ്ങി. ഫലബിസ്തുഹുമാ, ഞാനത് ധരിച്ചു കൊണ്ടുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് ചെന്നു. ചെന്നപ്പോൾ ദഖൽതുൽ മസ്ജിദ, പള്ളിയിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നു. എനിക്ക് മുസാഫഹ ചെയ്തു, എനിക്ക് മംഗളാശംസ അറിയിച്ചു. വേറെ ആരും അപ്പോൾ എഴുന്നേറ്റില്ല. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് എന്നോടൊരു പ്രഖ്യാപനം നടത്താത്തത് കൊണ്ട് വേറെ ആരും എഴുന്നേറ്റില്ല. തൽഹത്ത് എന്നവരെഴുന്നേറ്റു, എന്നെ മുസാഫഹ ചെയ്തു, എനിക്ക് സ്വാഗതം അറിയിച്ചു. ഒരിക്കലും ഞാൻ തൽഹത്തിനെ മറക്കൂല. ഫകാന കഅബുൻ ലാ യൻസാഹാ ലിതൽഹ, തൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. ബാക്കിയുള്ളവരാരും എഴുന്നേറ്റില്ല. ഫലമ്മാ സല്ലംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോൾ
അതാ ഹബീബായ തങ്ങൾ. പ്രിയമുള്ളവരെ, 50 രാവും പകലും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാത്തിരുന്നത് എന്തിനാണോ? വഹുവ യബ്റുഖു വജ്ഹുഹു മിനസ് സുറൂർ. ഹബീബായ തങ്ങളുടെ തിരുമുഖം സന്തോഷം കൊണ്ട് തിളങ്ങുകയാണ്. മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അവിടുത്തെ മുഖം ഇങ്ങനെ പ്രസന്നമായി തിളങ്ങുന്നുണ്ട്. അബ്ശിർ ബിഖൈർ, ഓ കഅബേ സന്തോഷിച്ചോളൂ കഅബേ. ഉമ്മ പ്രസവിച്ച നാൾ മുതൽ ഇന്ന് വരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം കഅബേ, സന്തോഷിച്ചോ. ഹബീബായ തങ്ങളങ്ങ് പറയുമ്പോൾ കഅബ് ബിൻ മാലിക് തങ്ങൾ ചോദിച്ചു, അമ്മിൻ ഇൻദിക അമിൻ ഇൻദിക യാ റസൂലല്ലാഹി അമ്മിൻ ഇൻദില്ലാഹ്. തങ്ങളെ, അവിടുന്ന് എന്നോട് കാണിച്ച ഒരനുതാപം മാത്രമാണോ ഇത്? അല്ലാഹു എന്റെ തൗബ സ്വീകരിച്ചിട്ടുണ്ടോ നബിയേ? അതേ ഓ കഅബേ, മിൻ ഇൻദില്ലാഹി അസ്സ വജല്ല, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട് കഅബേ. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ ഇത് ഉദ്ധരിക്കുന്നത് മഹാന്മാരായ സ്വഹാബത്ത് മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിന്, താല്പര്യത്തിന് എത്രമേൽ കാത്തിരുന്നു എന്ന് മാത്രമല്ല, പ്രവാചകത്വ വ്യക്തിത്വമാണല്ലോ നമ്മൾ എന്ന് പറഞ്ഞു വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ തുൻകിരിൽ വഹയ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറങ്ങാത്ത ഹൃദയമുള്ള നേതാവാണ്. എപ്പോഴും അവിടുത്തെ ഹൃദയം ഉണർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ വിശേഷം പറയുമ്പോൾ തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയുൻ അലാ ഗൈബിൻ ബിമുത്തഹമി. അദൃശ്യകാര്യത്തിൽ ഒരു നബിയും സംശയിക്കപ്പെടാനില്ല. വഹയാണെങ്കിലോ പരിശ്രമിച്ച് കിട്ടുന്നതുമല്ല, അത് അല്ലാഹുവിൽ നിന്നുള്ള വഹബിയായ ഇലാഹിൽ നിന്ന്, പടച്ചവനിൽ നിന്ന് കിട്ടുന്ന സമ്മാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ 2020 15ാമത്തെ എഡിഷൻ, 1ാമത്തെ വിഷയ അവതരണത്തിന്റെ ദിവസം കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സ്നേഹത്തിന് വേണ്ടി സമർപ്പിച്ച 50 നാളുകളുടെ ആ വേദന നിറഞ്ഞ, സ്നേഹത്തിന്റെ നൊമ്പരം നിറഞ്ഞ നാളുകളിലേക്ക് നമുക്ക് ഈ സ്നേഹപ്രപഞ്ചം ഒന്ന് ചേർത്തു വെക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് ആ സ്നേഹത്തിന് വിഘാതമാകുന്നതൊന്നും വരാതെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് തവണ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിലും നിനവിലും കണ്ട് അവിടുത്തെ മധുരമറിഞ്ഞ് അവിടുത്തെ കാഴ്ചയുടെ മധുനുകർന്ന് അവിടുത്തെ ആത്മീയ അനുഭവങ്ങളുടെ സന്തോഷം അനുഭവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖകമലമൊന്ന് കണ്ടു മരിക്കാൻ ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾക്ക് ഈ പരമ്പരയും ഈ സംരംഭങ്ങളും ഈ സ്ഥാപനങ്ങളും സുന്നത്തു ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളും കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം SSF-ഉം നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ മാർഗങ്ങളും സംഘാടനങ്ങളും നീ ഞങ്ങൾക്ക് കാരണമാക്കി തരണം അല്ലാഹ്. ഇവിടുന്ന് പറഞ്ഞു നിർത്തിയാൽ പോരാ, നാളെ ഞങ്ങൾക്ക് കണ്ടൊന്നനുഭവിച്ച് ആ സ്നേഹലോകത്തേക്കൊന്ന് ലയിച്ച് ചേർന്ന് പാതിരാവിന്റെ പഴുതിൽ ഹബീബായ തങ്ങളുടെ തിരുദർശനത്തിന്റെ മാധുര്യം ലഭിക്കുന്ന സ്വാലിഹുകളിൽ ഞങ്ങളെ ചേർത്തു തരണം അല്ലാഹ്.